കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തേണ്ടതാണ് അത്യാവശ്യമായിരിക്കുന്നത്. കാരണം മനുഷ്യന്റെ ദൈവിക ദർശനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ അറിവുകൾ അവന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു നമ്മൾ ചിന്തിച്ചാൽ തന്നെ അത് അവനെ ദൈവത്തിലേക്ക് നയിക്കുകയല്ലാതെ ദൈവത്തെ അറിയാൻ അത് പര്യാപ്തമല്ല എന്ന് ഞാൻ പറയുന്നുണ്ടായി. കാരണം സൂര്യനെ നമുക്ക് കാണണമെങ്കിൽ സൂര്യന്റെ പ്രകാശത്തിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നതുപോലെ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താത്തിടത്തോളം കാലം നമുക്കറിയാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ജാതികൾക്ക് പോലും അവൻ തന്നെക്കുറിച്ച് അറിയാവുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തി, പ്രകൃതിയിലൂടെ ചരിത്രത്തിലൂടെയൊക്കെ വെളിപ്പെടുത്തി. എന്നാൽ ദൈവത്തെ അറിയാൻ ഈ പ്രകൃതിയിലൂടെയുള്ള വെളിപ്പാടുകൾ പൂർണ്ണമായും പര്യാപ്തമല്ല. എന്നാൽ അതൊരു ചൂണ്ടുപലകയാണ്. ഈ ചൂണ്ടുപലകയെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മത്സരിച്ചു പോവുകയാണെങ്കിൽ എന്താ, അതൊരു പക്ഷേ നമ്മളെ ഒരു വെയിൻ റീസണിങ്ങിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ എന്തായിത്തീരുമെന്നാണ് പറയുന്നത്, അവൻ നമ്മളെ നികൃഷ്ട ബുദ്ധിക്ക്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവന്റെ അവിടെ നികൃഷ്ട ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഹൃദയത്തിന്റെ ഡിസയേഴ്സ് അല്ലെങ്കിൽ മോഹങ്ങൾക്ക്, ലസ്റ്റിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലാതെ നികൃഷ്ടബുദ്ധി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരു അർത്ഥത്തിൽ അവിടെ അല്ല ഉപയോഗിക്കുന്നത്. അവിടെ ഹൃദയത്തിന്റെ മോഹങ്ങൾ കൊണ്ടാണ് അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നത്. ഹൃദയത്തിലെ അവന്റെ ദുരാഗ്രഹങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ദൈവികതയെ തിരിച്ചറിയാൻ അവന് കഴിയാതെ പോകുന്നത്. നമ്മളിപ്പോൾ ധനസങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോഴും ദൈവമില്ല എന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ എന്ന് പറയുമ്പോൾ അവിടെ മോറൽ ഇഗ്നറൻസിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ബുദ്ധിയില്ലാത്ത വ്യക്തി എന്ന നിലയിലല്ല. ബുദ്ധിമാന്മാരായ എത്രയോ പേരുണ്ട്, പലരും ദൈവമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ അടുത്ത വാക്ക് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. അപ്പം മ്ലേച്ഛത പ്രവർത്തിക്കണമെങ്കിൽ ദൈവം ഇല്ലെങ്കിലേ പറ്റൂ. അതുകൊണ്ട് അവരെന്ത് പറയാണ്, ദൈവം ഇല്ല. അവരുടെ മോറൽ ഇഗ്നറൻസ് ആണ്, അല്ലാതെ അവരുടെ ഇന്റലക്ച്വൽ ഇഗ്നറൻസിനെ അല്ല അവിടെ വാസ്തവത്തിൽ കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സൃഷ്ടിയിൽ ത്രിയേക ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു ഇല്ലേ? ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ ഒന്നാമത്തെ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന എലോഹിം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്ന് തന്നെയല്ല, ദൈവത്തിന്റെ ആത്മാവ് അവിടെ സൃഷ്ടിയെ പരിവർത്തിക്കുന്ന, അല്ലെങ്കിൽ സൃഷ്ടിയുടെ മേൽ പരിവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആ 1-ാമത്തെ ഭാഗത്ത് തന്നെ നമ്മൾ കാണുകയാണ്. സങ്കീർത്തനം എന്നൊരു വാക്യം വായിച്ചിരുന്നു, 104-ാം സങ്കീർത്തനം അതിന്റെ 30-ാം വാക്യത്തില്. അതവിടെ പറയുന്നത്, നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നോക്കുക, അവിടെ രണ്ട് കാര്യങ്ങളാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. എന്താണ്? ഒന്ന്, when you send your spirit, they are created and you renew the face of the earth. നോക്കുക, രണ്ട് കാര്യങ്ങൾ ഒരുപോലെ വരുന്നത് കണ്ടോ? കർത്താവ് സൃഷ്ടി നടത്തുന്നുണ്ട് എന്ന് തന്നെയല്ല, സൃഷ്ടിക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിയാലും ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? അതിനെ റിന്യൂ ചെയ്യുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ കാണുന്ന ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് 1-ാം വാക്യത്തിൽ കാണുകയാണ്. ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം ഒരുപക്ഷെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് കാണും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് എന്തേ കാണുന്നുള്ളൂ? പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമി. ആ ഭൂമിയെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിച്ച് കളയുന്നില്ല. അതിനെക്കുറിച്ച് ദൈവം കരുതലുണ്ടായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എവിടെ ഇരുൾ പ്രവർത്തിച്ചോ അവിടെ തന്നെ വന്ന് ആവസിച്ച് അതിന്റെ മേൽ പൊരുന്നയിരുന്ന് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. എന്താ? വീണ്ടും പുനർസൃഷ്ടി നടക്കുകയാണ്. അവൻ ഭൂമിയുടെ മുഖത്തെ പുതുക്കുകയാണ്. അപ്പോൾ ത്രിയേക ദൈവത്തിന്റെ സംയുക്തമായ പ്രവൃത്തിയാണ് വാസ്തവത്തില് ഇവിടെ നമ്മൾ കാണുന്നത്. ത്രിയേക ദൈവത്തിന്റെ സംയുക്തമായ പ്രവൃത്തി 1-ാമത്തെ വാക്യത്തിൽ നിന്ന് ഏലോഹിം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ സംയുക്ത പ്രവൃത്തി, അല്ലെങ്കിൽ സംയുക്തമായിട്ട് അവന്റെ നാമം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിയുടെ ഭാഗത്ത് മാത്രമല്ല. വേദപുസ്തകത്തിലുടനീളം ദൈവത്തെക്കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളിലും, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിവാക്കുന്നതായ ഭാഗങ്ങളിലോ ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലോ ഒക്കെ ഈ ത്രിയേക ദൈവത്തിന്റെ 3 വാക്കുകളോ അല്ലെങ്കിൽ 3 ഒഫീസസ് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ, 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് വായിക്കാം. എങ്ങനെയാണ് പറയുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, വാക്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് കളയാതെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് വായിക്കും. അതായിരിക്കും ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിക്കും. നോക്കുക, അവിടെ ത്രിയേക ദൈവത്തിന്റെ നാമം ഒരുപോലെ തന്നെ ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോന്നായിട്ടല്ല, യേശുവിന്റെ നാമത്തിലല്ല സ്നാനം കഴിപ്പിക്കുന്നത്, യഹോവയുടെ നാമത്തിലുമല്ല,
എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പോൾ അത് ഒരു ഭാഗം യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളില്ലെന്ന് ചോദിച്ചേക്കാം, ഉണ്ടായിരിക്കാം. പക്ഷേ കർത്താവിന്റെ കൽപ്പനയിൽ എന്താണ്? ആ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം അവിടെ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. ആശീർവാദത്തിന്റെ വാക്കുകൾ നമ്മൾ കാണുന്നത് 2 കൊരിന്ത്യർ അതിന്റെ 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആശീർവാദത്തിന് വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകും. നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൊ ഇത് മറ്റു മതങ്ങളിൽ നമ്മൾ കാണുന്ന തൃത്വോപദേശം പോലെയല്ല. അത് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പം എല്ലാവരും പറയും അത് ശരിയാണ്, ട്രിനിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് അല്ലേ? എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് ട്രിനിറ്റി. അല്ലെങ്കിൽ നമ്മളുടെ പൗരാണിക മതങ്ങളിലൊക്കെ ട്രിനിറ്റിയുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്നാൽ ആ ട്രിനിറ്റി പോലെയല്ല ഇത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ എന്തുണ്ട്? ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള വലിയൊരു തൃഷ്ണ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് യഥാർത്ഥ ദൈവിക വെളിപ്പാടിൽ എത്തിയില്ലെങ്കിലും പലപ്പോഴും എന്താണെന്നറിയാമോ, ഇതിനെക്കുറിച്ചുള്ള വെയ്ഗ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് അവരുണ്ടാക്കിയെടുക്കുന്ന സങ്കല്പങ്ങളിലും എന്ത് കാണും? ഇതിന്റെ ഒരു പ്രതിച്ഛായ പലപ്പോഴും കണ്ടെത്താനായിട്ട് കഴിഞ്ഞേക്കും എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സൃഷ്ടി നടത്തുന്ന ഒരാളും സ്ഥിതി നടത്തുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളെ നിർവഹിക്കുന്നത് മറ്റൊരാളും സംഹാരം നടത്തുന്നത് മറ്റൊരാളുമാണ്. ഇങ്ങനെ മൂന്നായിട്ട് ട്രൈക്കോട്ടമൈസ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്. 3 പേരുടെ ജോലിയാണ്. അത് 3 ദൈവങ്ങളായിട്ട് തന്നെ. അവിടെ ട്രിനിറ്റി അല്ല പറയുന്നത്, 3 ദൈവങ്ങളായിട്ടാണ് പറയുന്നത്. ഇവർ തമ്മിൽ അന്യോന്യം വഴക്കുണ്ടാക്കും, ഇവർ തമ്മിൽ അന്യോന്യം യുദ്ധം ചെയ്യും, അടിയുണ്ടാക്കും. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രിനിറ്റി അല്ല വാസ്തവത്തിൽ എന്ത് വേദപുസ്തകത്തിന്റെ തൃത്വ സങ്കല്പം. ഇവിടെ ഈ ദൈവം ഒന്ന് തന്നെയാണ്. അവൻ പറയുന്ന പല ഭാഗങ്ങളും തന്നെക്കുറിച്ച് പറയുമ്പോൾ നാം എന്ന് ഏകവചനത്തിലാണ് പറയുന്നത്. നാം എന്ന് ബഹുവചനത്തിലാണ് പറയുന്നത്. പക്ഷെ ഒറ്റയാളെ കുറിച്ച് തന്നെ പറയുമ്പോൾ അതാണ് ഏകനായ ദൈവത്തെക്കുറിച്ച്. ഇസ്രായേലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ക്ഷേമാവലി ചൊല്ലുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന 1-ാമത്തെ ഭാഗം എന്താണ്? നിന്റെ ദൈവം ഏകൻ, യഹോവ ഏകൻ. ഹി ഈസ് ദ വൺ ഗാഡ്. ഹൈലി മോണോത്തിസ്റ്റിക് ആണ് യഹൂദ മതം. ഹൈലി മോണോത്തിസ്റ്റിക്. അത്രയും മോണോത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു മതം വേറെ ഉണ്ടോ എന്നറിയത്തില്ല. അതുപോലെ ഏകദൈവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതായ റിലിജനാണ്. അല്ലെങ്കിൽ എല്ലാ സെമിറ്റിക് റിലീജിയൻസിന്റെ എല്ലാം പ്രത്യേകത ഏതാണ്? സെമിറ്റിക് റിലീജിയൻസ് എല്ലാം ഏകസത്യ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടിയിൽ അവൻ ഏലോഹിം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പ്രധാനമായിട്ട് 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ. അവിടെ നോക്കുക, ബഹുവചനം എത്ര കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ സിനാർ ദേശത്ത് ഇവര് വലിയ ഒരു ഗോപുരം പണിയുന്നതിനെ കുറിച്ച്, ബാബേൽ ഗോപുരം പണിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആ ഗോപുരം കാണാൻ ഇറങ്ങി വന്നതായ ദൈവം എന്ത് ചെയ്യുന്നു? അവർ പറയും, കാണാൻ ഇറങ്ങി വന്നിട്ട് അവിടെ പറയുന്ന ഭാഗം എന്താണ്? അതിന്റെ 7-ാം വാക്യത്തിൽ വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവരുടെ ഭാഷ കലക്കിക്കളക. അപ്പോൾ നാം ഇറങ്ങിച്ചെല്ലുക അല്ലെ? നാം ഇറങ്ങിച്ചെല്ലുക എന്നാണ് കാണുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തില് 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ യെശയ്യാവ് ഇങ്ങനെ ആവലോട് നോക്കിയിരിക്കുകയാണ്. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരെ കുറിച്ചുള്ള ഭാരം അവന്റെ മനസ്സിലുണ്ടായപ്പോൾ കർത്താവ് പറയാണ് എന്താ? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? തുടങ്ങുന്നത് ഞാനെന്നാ. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും. നോക്ക്, അവിടെയാണ് ഈ ത്രിയേകത്വത്തിൽ അല്ലെങ്കിൽ ഈ തൃത്വത്തിൽ തന്നെ അതിന്റെ ഏകത്വം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈസ് എ ട്രയൂൺ ഗോഡ്. ഒരു തൃത്വം എന്ന നിലയിൽ അവൻ നമുക്ക് മൂന്നായിട്ട് എന്ന നിലയിലല്ല കാണുന്നത്. പ്രത്യേകം എന്താണ്? ത്രിയേക ദൈവം നമ്മൾ പറയുന്നത് അല്ലേ? ത്രിയേക ദൈവം. അങ്ങനെ ഒരു വാക്ക് തന്നെ ഒരുപക്ഷെ വേദപുസ്തക ഭാഷയായേക്കാം. കാര്യം ബാക്കിയൊക്കെ അങ്ങനെ ത്രിയേകമാകുന്നില്ല. അത് ഇറ്റ് ഇസ് നോട്ട് നോർമലി നമ്മൾ സാധാരണ പറയും ഇറ്റ് ഇസ് നോട്ട് 1+1+1. ഇറ്റ് ഇസ് 1x1x1 അല്ലേ? 1+1+1 എത്ര? 3. 1x1x1 എത്ര? 1 എന്ന് പറയുന്നത് പോലെയാണ്. അതാണ് ത്രിയേകത്വം എന്ന് പറയുന്നത്. ഞാനൊരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ.
നമ്മൾ 1 എത്രയാണ്? 1 തന്നെയാണ് എന്നതുപോലെ ആ ദൈവത്തെ നമുക്ക് മാറ്റി 3 കാണാനായിട്ട് കഴിയത്തില്ല. ഈ പരിശുദ്ധാത്മാവിന്റെ യൂണിഫൈഡ് മിനിസ്ട്രി ഓഫ് ദി ട്രയൂൺ ഗോഡ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബൈബിൾ. ഈ ത്രിയേക ദൈവത്തിന്റെ ആ യൂണിഫൈഡ് മിനിസ്ട്രി അല്ലെങ്കിൽ ഒരുമിച്ചുള്ള അല്ലെങ്കിൽ അത് ഒന്നായിട്ട് തന്നെ ചെയ്യുന്നതായ ശുശ്രൂഷകളെ കുറിച്ച് പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. ചില ഭാഗങ്ങൾ ഞാനൊന്ന് പെട്ടെന്നെടുത്തൊന്ന് വായിച്ച് ഒന്ന് ഓർപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഈ ഭാഗങ്ങൾ എനിക്കറിയാം. വളരെ നമ്മള് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇത് അധികം പറയത്തില്ല. അധികം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തലയ്ക്ക് പിടിക്കുന്ന പോലുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മിക്സ് ചെയ്താണ് ഞാൻ പറയുന്നത്. ദൈവശാസ്ത്രവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ആപ്ലിക്കേഷൻസും വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതും കൂടെ ഒന്ന് മിക്സ് ചെയ്താണ് പോകുന്നത്. ഒറ്റയടിക്ക് ഒരു ക്ലാസ് മൊത്തമായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്കിത് അതില് നമ്മുടെ തലയിൽ മാത്രം ഇത് കയറാൻ ഇടയായേക്കും. അതൊരിക്കലും സംഭവിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നോക്ക്, ആ യൂണിഫൈഡ് മിനിസ്ട്രി നോക്കിയേ, ഇല്ലേ, എത്ര ക്ലിയർ ആയിട്ട് പറയുന്നു. ഒന്ന്, ഞാൻ എന്ന് പറയുമ്പോൾ ആരാണ്? യേശു കർത്താവ്, വചനം, തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തു. അടുത്തെന്താണ്? എവിടുന്നാ വരുന്നത്? പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥൻ, പിതാവിന്റെ അടുക്കൽ നിന്ന്. അപ്പൊ ഞാൻ എവിടെ നിന്ന് അയക്കുന്നതാണ്? പിതാവിന്റെ അടുക്കൽ നിന്ന്. ആരാണ് അയക്കുന്നത്? ഞാനും പിതാവും ഒരുമിച്ചാണ്. ഇതിനെക്കുറിച്ചുള്ള വലിയ ദൈവശാസ്ത്രപരമായ ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അവൻ വന്നാലും ചെയ്യുന്ന മിനിസ്ട്രി എന്താണ്? അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് തൃത്വ ഉപദേശം ഒരൊറ്റ വാക്യത്തിൽ ആ യൂണിഫൈഡ് മിനിസ്ട്രി അല്ലെങ്കിൽ ഈ ത്രിയേക ദൈവത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച് ഒരേ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. നോക്കുക. ഇനി അതിന്റെ ഇവർ തമ്മിലുള്ള അന്യോന്യമുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ തൃത്വോപദേശത്തിൽ തന്നെ യേശു കർത്താവും പിതാവും പരിശുദ്ധാത്മാവും അന്യോന്യമുള്ള വിധേയത്വത്തെക്കുറിച്ച്, ഇവർക്ക് അന്യോന്യം എന്തുണ്ട്? വിധേയത്വമുണ്ട്. അന്യോന്യം യുദ്ധം ചെയ്യുകയല്ല. അന്യോന്യം ഇവർ ഒരുമിച്ച് യോജിക്കാത്ത ഒരു പ്രവൃത്തിയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. മറ്റു മതങ്ങളിലൊക്കെ അങ്ങനല്ല. ഓരോരുത്തർക്കും അവരവരുടെ ഐഡന്റിറ്റി ഉണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ രീതിയുണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ ചിന്താഗതികളുണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ ലോകമുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനല്ല. കാര്യം ഇത് ട്രയൂൺ ഗോഡാണ്, അല്ലാതെ 3 ഗോഡ്സ് അല്ല. അതൊന്ന് മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് അതിന്റെ 49-50 വാക്യങ്ങളില് 49-ാം അധ്യായത്തിൽ ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് ചെയ്യണമെന്നും ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. കണ്ടോ, പുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോഴും എത്ര വിധേയത്വത്തോടു കൂടെയാണ് സംസാരിക്കുന്നത്. ഇനി അതല്ല, ഈ പുത്രന് യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയുന്ന ഏറ്റവും പ്രധാന വ്യക്തി പിതാവ് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 8-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എന്റെ വിധി സത്യമാകുന്നു. 2 മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. നോക്കുക, പിതാവ് ടെസ്റ്റിഫൈ ചെയ്യാണ്, പിതാവ് വിറ്റ്നസ് ആണ്, പിതാവ് അഷ്വർ ചെയ്യാണ്. എന്താണ്? ഈ യേശു ക്രിസ്തു ഞാൻ അയച്ചത് അഷ്വർ ചെയ്യാണ്. ഇനി 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തില് പിതാവും പുത്രനും ചേർന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. എങ്കിലും പിതാവ്